അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി വെറൈറ്റി ഒരു ചമ്മന്തി ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾ അരിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ. എന്തായാലും കുറച്ച് കൂടുതൽ എന്തായാലും നിങ്ങൾ ചോറ് തിന്നും. അപ്പൊ ഇതിനേക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ചാല് തേങ്ങ ചിരവിയത്, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, പുളി, ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായത്. പിന്നെ മെയിൻ ആയിട്ട് പപ്പടം ഒരു പേക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ, ഒരു 2-3 മതി. അപ്പൊ അതിനേക്ക് ആവശ്യമായത് നമ്മളിതാ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ പപ്പടം കാച്ചുന്ന പോലെ തന്നെ കാച്ചട്ടോ. ഞാനൊരു 5 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ തന്നെ എന്താ ദോമോളം എന്തായിട്ടുണ്ട്, അപ്പൊ തന്നെ എടുത്ത് തിന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 4. അപ്പൊ ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കണം കുറച്ചധികം ഒരു 1-2 കൂടുതൽ ആക്കേണ്ടി വരും. അത് കഴിഞ്ഞാല് അത് അങ്ങനെ ആക്കണ സമയത്ത് എന്തായാലും മിസ്സാവും, 1-2 ഒക്കെ മിസ്സാവും. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മള് പപ്പടം കാച്ചി കഴിഞ്ഞ് അതേ എണ്ണയിൽ തന്നെ നമ്മളിതാ വറ്റൽമുളക് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വറ്റൽമുളക് വഴറ്റിയെടുത്തതിന് ശേഷം അത് കോരിയെടുത്തതിന് ശേഷം ചുവന്നുള്ളി, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ചിട്ടോ, വെളുത്തുള്ളി, ഇഞ്ചി, പുളി, കറിവേപ്പില അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ കൂടി നല്ലോണം വഴറ്റിയെടുക്കട്ടോ. വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും, ചെറിയ ഉള്ളിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നല്ലോണം വഴറ്റുക, പുളിയൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാല് നിങ്ങൾ ഡെയിലി ചോറിന് സാധനം കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളത് നല്ലോണം വറവിട്ട് അതിന് ശേഷം നമ്മള് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പൊ പിന്നെ നമ്മള് തേങ്ങ ചിരകി, നമ്മൾ കുറച്ചായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ. തേങ്ങ ചിരകിയത് നമ്മൾ മിക്സിയിൽ അടിക്കുകയാണ്. സാധാരണ നമ്മൾ ചമ്മന്തി ഒക്കെ ആക്കുന്ന പോലെ തന്നെയാണ് ഇതാക്കുന്നത്. അപ്പൊ അത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ വഴറ്റിയ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് അതിലേക്ക് കേട്ടോ. ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. അപ്പൊ കമന്റ് ചെയ്യാൻ മറന്നു പോരുത്. ഇതേപോലെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യമായി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളത് കുറച്ചൊന്നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ മിക്സിയിലൊന്ന് അടിക്കാം. അപ്പൊ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കട്ടോ. അവർക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പൊ നമ്മളൊരു പ്രാവശ്യം അടിച്ചത് ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇങ്ങനെ ആയതിനു ശേഷം നമ്മളിതാ പപ്പടം നുറുക്കി, നല്ല സുഖമുണ്ട് കേട്ടോ. പപ്പടം അങ്ങനെ അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടാണ്. പപ്പടം ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ലൊരു ഇതാണ് ഉണ്ടാവുക. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതേ കുറച്ചൊരു തുള്ളി അന്നപ്പോ വേണ്ടത് കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലൊന്നും വേണ്ട, കുറച്ചിട്ടോ. അപ്പൊ നമ്മള് നല്ലപോലെ അരച്ചു കഴിഞ്ഞാൽ ഇതേ പരുവത്തിലാവും കേട്ടോ. അടിപൊളി ചമ്മന്തി. പെട്ടെന്ന് 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പൊ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചമ്മന്തിയും ചോറും തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അടിപൊളി ചമ്മന്തി ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.